ഹായ് സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ ബാഷിക്. എല്ലാവർക്കും മാത്സ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാം എന്നാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണം, രണ്ടാമത്തത് ജനാധിപത്യം സ്ഥാപിക്കുക, മൂന്നാമത്തത് എല്ലാ ഇന്ത്യക്കാർക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത്. അപ്പൊ ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യ കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രയാസം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, രണ്ടാമത്തത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക, മൂന്നാമത്തത് പറയുന്നത് സംസ്ഥാന രൂപീകരണം, അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. അതായത് ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്ര നിർമ്മാണം. ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമായിരുന്നു. ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചില ആളുകൾ ഇന്ത്യയിലുള്ള ജനതകൾ ഒന്നല്ല രണ്ടാണെന്നും, അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും, അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമാണെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ വാദിക്കുകയുണ്ടായി. ഇത് തുടർന്നാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഉടലെടുക്കാൻ കാരണമായത്. ഇനി രണ്ടാമത്തെ പ്രയാസം എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നതാണ്. അതായത് ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമാക്കുവാൻ ഇന്ത്യ പരിശ്രമിക്കുകയും അതിൽ 5 നാട്ടുരാജ്യങ്ങൾ ചേരാൻ വിസമ്മതിക്കുകയും ഇത് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാകുകയും ചെയ്തു. ഇനി അടുത്തത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു. അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന് ജനങ്ങൾ ഇടപെടുകയുണ്ടായി. എന്നാൽ ഇത് എന്താവും? ഇന്ത്യയുടെ സന്തുലിതാവസ്ഥക്ക് കാരണമാകുമെന്നും ലഹളകളും അക്രമങ്ങളും ഉണ്ടാവുമെന്ന് നേതാക്കൾ കരുതിയത് കൊണ്ട് ആദ്യം പ്രാധാന്യം നൽകിയിരുന്നില്ല ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി. തുടർന്ന് ജനങ്ങളുടെ ഇടപെടൽ മൂലം സംസ്ഥാനം രൂപീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ്, അതായത് ഇന്ത്യ നേരിട്ട വെല്ലുവിളിയിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നതാണ്. ജനാധിപത്യം എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, അതായത് എല്ലാ ജനങ്ങൾക്ക് തുല്യനീതി, തുല്യ സമത്വം എന്നതാണ് ജനാധിപത്യം കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക. അതായത് സ്വാതന്ത്ര്യം നേരിട്ട മൂന്നാമത്തെ വെല്ലുവിളിയാണ് എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത്. അതായത് ഇതിലുള്ള പോയിന്റ് എന്താന്ന് പറയുന്നത് അറിയുമ്പോൾ അസമത്വങ്ങൾ, നിരക്ഷരത, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് സർവ്വസാധാരണമായ കാരണത്തിൽ നിന്ന് ഇന്ത്യക്ക് മോചനം നേടുക എന്നതാണ് എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ വലിയ വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ചോദ്യങ്ങളുടെ വലിയ ആൻസർ അത് നമുക്ക് ഇവിടെ ചുരുക്കി അതിന്റെ ആശയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വായിക്കുക. പിന്നെ ചെറിയ ആൻസേഴ്സ് ഉണ്ടാവും, നമുക്ക് വായിച്ചു പോവുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ കുറിച്ച് വിവരിക്കുക. അതായത് ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായ ഒരു സിദ്ധാന്തമായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തം. മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു ഇതിലൂടെ നേതാവ്. അതായത് ഇവർ വാദിച്ച എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ജനത ഒന്നല്ല മറിച്ച് രണ്ടാണെന്നും, അതുകൊണ്ട് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു രാജ്യം വേണമെന്ന് വാദിച്ചു. അതെ, നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യൻ ജനത ഒന്നല്ല രണ്ടാണ്, മുസ്ലിം ജനതയും ഹിന്ദു ജനതയും. ആയതിനാൽ മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ വക്താവായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ചത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. മനസ്സിലായില്ലേ? നമുക്ക് മൂന്നാം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട സാഹചര്യം വിവരിക്കുക. അതെന്താന്ന് വെച്ചാൽ ഹൈദരാബാദിന്റെ ഭരണം, അതായത് ഹൈദരാബാദ് ഭരിച്ചിരുന്നത് നിസാമായിരുന്നു. അത് നിസാമിന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയും നിസാമിനെതിരെ പോരാട്ടവും സമരവും നടത്തി. ഇത് അടിച്ചമർത്താൻ വേണ്ടി നിസാമിന്റെ സൈനികരെ അവർ ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടു. നിസാമിന്റെ സൈന്യം എന്ന് പറയുന്നത് റസാഖറിനെ ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയും ജനങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതോടെ
ഇന്ത്യൻ സൈന്യം ഹൈദരാബാദ് വളയുകയും നിസാമിന്റെ ഭരണം കീഴടക്കുകയും ചെയ്തു. തുടർന്ന് എന്തായി? ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. അതായത് ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഹൈദരാബാദിലെ നിസാം ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനമെടുത്തു. എന്നാൽ ഹൈദരാബാദിലെ ജനങ്ങൾ നിസാമിന്റെ ദുർഭരണത്തിനെതിരെ കലാപം ആരംഭിച്ചു. കലാപത്തെ അടിച്ചമർത്താനായി നിസാം റസാക്കർ എന്ന അർദ്ധ സൈന്യത്തെ ഉപയോഗിച്ചു. ഇവർ നടത്തിയ ക്രൂരതകളും കൊലപാതകങ്ങളും ഇന്ത്യൻ ഹൈദരാബാദ് സൈന്യത്തെ വിന്യാസത്തിലേക്ക് വഴിതെളിച്ചു. 1948 സെപ്റ്റംബർ ഇന്ത്യൻ സൈന്യം നിസാമിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. പ്രകാരം ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പിന്നെ മക്കളെ ഇവിടെ ഇങ്ങനെ വേറെ വേറെ നമ്പേഴ്സേക്കാരും വരും. അതൊന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ്ട. നമുക്ക് നേരെ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1956 സംസ്ഥാന പുനർസംഘടന നിയമത്തിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾ വിശദമാക്കുക. അതായത് ഫസൽ അലി കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ഇവിടെ സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് ഞാൻ ആശയം പറഞ്ഞുതരാം. അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ത്യൻ നേതാക്കൾ ഇതെന്താവും? ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനം രൂപീകരിച്ചാൽ അത് ഇന്ത്യയുടെ സന്തുലിതാവസ്ഥക്കും കലാപങ്ങൾക്കും ലഹളകൾക്കും കാരണമാകുമെന്ന് നേതാക്കൾ ഭയപ്പെട്ടു. എന്നാൽ ജനങ്ങളുടെ തുടരെയുള്ള ഇടപാടുകൾ മൂലവും പിന്നെ നിരാഹാര സമരം അനുഷ്ഠിച്ച പോറ്റി രാമവേലുവിന്റെ മരണം പ്രക്ഷോഭം ആളിക്കത്തിച്ചു. അതായത് സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം കൊണ്ട് നിരാഹാര സമരത്തെ അനുഷ്ഠിച്ച പോറ്റി രാമവേലു മരണപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ കലാപങ്ങളും അക്രമങ്ങളും അയച്ചുവിടുകയുണ്ടായി. ഇത് ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നതുകൊണ്ട് ഗവൺമെന്റിന് പ്രഷർ ചെലുത്തി. അപ്പൊ 1952 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. മനസ്സിലായില്ലേ? ജനങ്ങളുടെ തുടരെ ഇടപെടൽ മൂലം 1952 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കേണ്ടി വന്നു. ഈ പ്രഖ്യാപനം മറ്റു പ്രദേശങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമായി. തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് 1953 ഫസൽ അലി ചെയർമാനുള്ള സംസ്ഥാന പുനർസംഘടന കമ്മീഷനെ, അതായത് ഫസൽ അലി കമ്മീഷൻ നിയമിച്ചു. സംസ്ഥാന പുനർസംഘടന കമ്മീഷന്റെ റിപ്പോർട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് അനുകൂലമായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനർസംഘടന നിയമം പാസാക്കി. ഈ നിയമപ്രകാരം 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് 1952 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി അറിയപ്പെടുന്നത്? ഇതിന് ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ പോലുള്ള ബൃഹത്തായ രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് അസാധ്യമാണെന്ന് പലരും വാദിച്ചു. ഭൂരിപക്ഷ സമുദായക്കാരും നിരക്ഷരവും ദാരിദ്ര്യവുമായിരുന്നു ആ കാലഘട്ടത്തിലെ ജനാധിപത്യം നിലനിന്നിരുന്നത്. ചില സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ജനാധിപത്യം ഉണ്ടായിരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂറോപ്പിലെ തന്നെ മിക്ക രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇത് ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ വലിയ വലിയ രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് പോലും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളെ ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. പോരാത്തിന് ചില സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ജനാധിപത്യം ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളുടെ ഇന്ത്യ നിരക്ഷരതും ദാരിദ്ര്യമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യവും ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഇത് അറിയപ്പെടാൻ കാരണം. ഇന്നത്തെ ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ അസാധാരണ വിജയത്തിന് കാരണങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃക പാർട്ടിയായിരുന്നു കോൺഗ്രസ്. 2, സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളികൾ പലരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3, കോൺഗ്രസ് വളരെ സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു.
4 കോൺഗ്രസ് എല്ലാ വിഭാഗ ജനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തിപ്രഭവും ജനകീയതയും ഈ കാരണങ്ങൾ കൊണ്ടായിരുന്നു കോൺഗ്രസിന് വിജയത്തിലേക്ക് കാരണമായത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1952 മുതൽ 1967 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിന്റെ വ്യാപ്തി കൃത്യമായി തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പെരുപ്പിച്ച് കാട്ടിയതെ തുടർന്ന് വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഇതും നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് വായിച്ചോക്കും. ഇത് ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചയാൾ വിജയിക്കുന്നു. മറ്റുള്ള കക്ഷികളേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ച കക്ഷിക്ക് ആനുപാതിക പങ്കിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതിനായി കാണാം. കോൺഗ്രസിന് 3% സീറ്റുകൾ നേടിയെടുത്തെങ്കിലും മൊത്തം വോട്ടിന്റെ പകുതി പോലും നേടാനായില്ല. ഉദാഹരണം, 1952 കോൺഗ്രസിന് മൊത്തം വോട്ടിന്റെ 45% മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ 74% സീറ്റുകൾ പാർട്ടി നേടിയെടുത്തു. സോഷ്യലിസ്റ്റിന്റെ പാർട്ടിക്ക് ദേശീയ തലത്തിൽ 10% വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ മൊത്തം സീറ്റിന്റെ 3% നേടിയെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിന് ഇതര സംസ്ഥാനം ലഭിച്ച മൊത്തം വോട്ടുകൾ കൂട്ടി നോക്കിയാൽ കോൺഗ്രസിന് ലഭിച്ചതേക്കാൾ കൂടുതൽ ഉണ്ടാവും. ആയതിനാൽ കോൺഗ്രസ് ഇതര വോട്ടുകൾ വിഭജിക്കപ്പെട്ടതിനാലാണ് കോൺഗ്രസ് മുന്നിലെത്താൻ സാധിച്ചത്. ഞാൻ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ ദശകളിൽ രാഷ്ട്ര കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഭരണകക്ഷിയും പ്രതികക്ഷികളും ഉണ്ടായിരുന്നു. അതായത് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ആളുകൾ ഉണ്ടായതുകൊണ്ട് പുറത്തുള്ള പാർട്ടികൾ ഇവർക്കെന്തായിരുന്നില്ല, ഒരു ബദലായിരുന്നില്ല. അതായത് കോൺഗ്രസിന്റെ ഭരണം വിമർശിക്കാനും അനുകൂലിക്കാനും തന്നെ ഉള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നതാണ്. നമുക്കതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളും താല്പര്യങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും പിന്തുടരുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആയതിനാൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസിന് ബദലായിരുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പുകൾ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ അർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യ ആദ്യ ദശകളിൽ കോൺഗ്രസ് ഭരണകക്ഷിയും പ്രതികക്ഷിയും പ്രവർത്തിച്ചു. അതിനാലാണ് ഈ കാലഘട്ടത്തെ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിശേഷിക്കപ്പെടുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതീയ ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ 1951 ഭാരതീയ ജനസംഘം രൂപീകരിച്ചത്. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ്. ദിൽദാൻ ഉപാധ്യായും ബാൽരാജ് മാധക് എന്നിവരും ആയിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ദീൻദയാൽ ഉപാധ്യായ, ബാൽരാജ് മാധക്, പിന്നെ ശ്യാമപ്രസാദ് മുഖർജി. ഇനി അടുത്ത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവിർഭാവം ഭാരതീയ ജനസംഘത്തിൽ നിന്നാണ്. ഭാരതീയ ജനസംഘത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ താഴെ പറയുന്നവ. എന്തൊക്കെയാണ് അവരുടെ ആശയങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 1, ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു ദേശം. 2, ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യപുരോഗതി. ഇന്ത്യയും പാകിസ്ഥാനും പുനർഗഠിക്കുക. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കുക. മത സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുക. ഇന്ത്യ അണ്വായുധങ്ങൾ വികസിപ്പിക്കുക. ഇതായിരുന്നു ഭാരതീയ ജനസംഘ പാർട്ടിയുടെ ആശയങ്ങൾ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് വിവരിക്കാൻ പറയുമ്പോൾ, ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. അപ്പൊ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രമേയത്തിലൂടെ 1950 മാർച്ചിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ആയതിനാൽ ഇതൊരു ഭരണഘടനാ സമിതിയല്ല, മറിച്ചൊരു ഉപദേശക സമിതി മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിക്കുമ്പോൾ മാത്രമാണ് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശകൾ ഫലപ്രദമാകുന്നത്. പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ. USSRന്റെ മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ തിരഞ്ഞെടുത്തത്. 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ്
സ്ഥാപിച്ചത്. അതായത് 2015 എന്താണ്, 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന് പകരം എന്തായിട്ട് വന്നു, നീതി ആയോഗാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി എന്താട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഊന്നൽ എന്തായിരുന്നു? അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണെന്ന് അറിയണം. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ദാരിദ്ര്യത്തിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാന ലക്ഷ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഗ്രാഫ്റ്റ് തയ്യാറാക്കിയത് KN രാജ ആയിരുന്നു. ഇന്ത്യ ആദ്യ 2 ദശകളിൽ സാവധാനം മുന്നേറണമെന്ന് അദ്ദേഹം വാദിച്ചു. ആയതിനാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലക്കാണ് പ്രഥമ പരിഗണന നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പോലെയുള്ള വൻകിട അണക്കെട്ടുകളെയും ജലസേചന പദ്ധതികളുടെയും നിർമ്മാണത്തിന് വഴിതെളിച്ചു. രാജ്യത്തെ കാർഷിക വളർച്ചയുടെ പ്രധാന തടസ്സം വിതരണയുടെ ഘടനമാണെന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കണ്ടെത്തി. രാജ്യവികസനത്തിന്റെ താക്കോൽ എന്ന നിലയിൽ ഭൂപരിഷ്കരണത്തിന് ഇത് ശ്രദ്ധേയനിയായി. അതായത് ഇവിടെ ആൻസർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നാം പഞ്ചവത്സരത്തിൽ സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കുക. അതായത് കാർഷിക മേഖലക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായി പ്രാധാന്യം നൽകിയിരുന്നത്. KN രാജ ആയിരുന്നു ഇതിന്റെ ഡ്രാഫ്റ്റ് നിർമ്മാതാവ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സരത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതായത് ഒന്നാം പഞ്ചവത്സര കാർഷിക മേഖലക്കാണ് പ്രാധാന്യം നൽകിയെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇവിടെ ഖനന വ്യവസ്ഥകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പൊ ആൻസർ ഒന്ന് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലക്ക് പ്രാധാന്യം നൽകിയപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഖനന വ്യവസായങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. PC മഹൽനോബിസിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സാവധാനം മുന്നേറുക എന്ന കാഴ്ചപ്പാടിന് പകരമായി ധ്രുവഗതിയിലുള്ള ഘടനാപരമായ പ്രവർത്തനത്തിന് രണ്ടാം പദ്ധതി പ്രാധാന്യം നൽകി. ആൻസർ മനസ്സിലായിരിക്കുന്നു കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിവരിക്കുക. അതായത് ഹരിത വിപ്ലവത്തിന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഹരിത വിപ്ലവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും ആൻസർ നോക്കി നോക്കാം. ഭക്ഷ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യം സ്വയം പര്യാപ്തം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റ് പുതിയ കാർഷിക തന്ത്രം സ്വീകരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങൾക്കും സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട കാർഷികർക്കും കൂടുതൽ വിഭവങ്ങൾ ലഭ്യമാക്കുക തീരുമാനമെടുത്തു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ സഹായ നിരക്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും മെച്ചപ്പെട്ട ജലസേചനവും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തു. ഒരു നിശ്ചയ അളവിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് വാങ്ങുന്നതിനുള്ള ഒരു ഉറപ്പും നൽകി. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇതിന്റെ നമുക്ക് എന്താ ഗുണങ്ങൾ നോക്കി നോക്കാം. അതായത് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. മധ്യവർഗ കർഷക സമൂഹം എന്നൊരു വിഭാഗം രൂപം കൊണ്ടു. ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ ഇത്തരം വലിപ്പമുള്ള ഭൂമിയുടെ ഉടമകളായി. ഇനി അതിന്റെ ദോഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാരിദ്ര്യ കർഷകരും ഭൂ ഉടമകളും തമ്മിലുണ്ടായിരുന്ന അന്തരം വർദ്ധിച്ചു. ഹരിയാന, പഞ്ചാബ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതലായവ കാർഷിക പ്രദേശങ്ങളുടെ ആവിർഭാവത്തിലേക്ക് വഴിതെളിച്ചെങ്കിലും മറ്റു പ്രദേശങ്ങൾ പിന്നോക്കാവസ്ഥയിൽ തുടർന്നു. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം എന്നാൽ എന്ത്? ഈ ധവള വിപ്ലവം എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചത് നമ്മളെ പാലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇടനിലക്കാരില്ലാതെ നേരെ കസ്റ്റമേഴ്സിലേക്ക് പാല് വിതരണം ചെയ്യുക. അതാണ് ഈ ധവള വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാൽ വിതരണത്തിനും തൊഴിലവസരങ്ങൾക്കും വരുമാന വികസനത്തിനും വേണ്ടിയായിരുന്നു ഈ ധവള വിപ്ലവം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിതിന് ആൻസർ നോക്കാം. 1970 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇത് പിന്നീട് ധവള വിപ്ലവം എന്നറിയപ്പെടാൻ തുടങ്ങി. അമുൽ സ്ഥാപകനായ വർഗീസ് കുര്യൻ നടപ്പിലാക്കിയ മാതൃകയാണ് ഓപ്പറേഷൻ ഫ്ലഡിലും നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ ഫ്ലഡ് വഴി പാൽ ഉൽപാദകരുടെ സഹകരണ സംഘടന രാജ്യവുമായി ഒരു പാൽ വിതരണ ശൃംഖലയ്ക്ക് സംയോജിക്കുക. പാൽ ഉൽപാദന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഇടനിലക്കാർ ഒഴിവാക്കി ഉൽപ്പന്നത്തെയും ഉപഭോക്താവിനെയും നേരിട്ട് ബന്ധപ്പെടുത്തുക,
പാലുൽപ്പന്നങ്ങൾക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ധവള വിപ്ലവം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ 3 ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ലക്ഷ്യം രാഷ്ട്രത്തിന്റെ പരമാധികാരം നിലനിർത്തുക, ഭൂശാസ്ത്രപരമായ അഖണ്ഡത സൂക്ഷിക്കുക, അതായത് ഭൂമിശാസ്ത്രപരമായ അഖണ്ഡത സൂക്ഷിക്കുക, ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യ എന്തുകൊണ്ടാണ് ചേരിചേരാ നയം സ്വീകരിച്ചത്? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 ശക്തികളാണ് വന്നത്. ഒന്ന് അമേരിക്ക, രണ്ടാമത്തത് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഈ 2 ശക്തികളിൽ നിന്നും ഇന്ത്യ ചേരാതെ ഈ 2 ശക്തികളിൽ നിന്നും പിന്തുണയും സഹായവും സുരക്ഷിതയും സമാധാനവും ഉറപ്പുവരുത്തിക്കൊണ്ട് 2 ശക്തികളെയും ചേരാതെ ഇന്ത്യ ഒറ്റക്കായി നിന്നു ചേരിചേരാ പ്രസ്ഥാനത്തിലേക്ക് ചേർന്നു. അത് നമുക്കൊന്ന് നോക്കാം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതവും ഉറപ്പാക്കുകയായിരുന്നു ഇന്ത്യയുടെ വിദേശ ബന്ധത്തിന്റെ പ്രധാന ലക്ഷ്യം. ആയതിനാൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ശക്തികൾ ചേരികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. അതായത് 2 രാജ്യങ്ങളിൽ നിന്നും ചേരാതെ ഇന്ത്യ വിട്ടുനിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. ചേരിചേര നയമാണ് മാതൃക വിദേശ നയ സമീപനത്തിന് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം 2 ശക്തിക ചേരികളിൽ അംഗങ്ങളിൽ നിന്ന് സഹായവും പിന്തുണയും ഇന്ത്യക്ക് ഉറപ്പാക്കുവാനും സാധിച്ചു. ഈ ചേരിചേര നയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അതാണ് ഈ ചേരിചേര നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വഴിതെളിച്ച സാഹചര്യം വിവരിക്കുക. ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യൻ രാഷ്ട്രത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? അതായത് ഇന്ത്യയും ചൈനയും യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ആദ്യം ചോദിക്കുന്നത്. അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള ഒരു രാജ്യമായിരുന്നു ടിബറ്റ്. ഈ ടിബറ്റിനെ ചൈന ആക്രമിക്കുകയും ടിബറ്റിന്റെ നേതാവായിരുന്ന ദലൈലാമയ്ക്ക് രാഷ്ട്രാഭയം ഇന്ത്യ നൽകുകയും ചെയ്തു. ഈ രാഷ്ട്രാഭയം നൽകിയത് എന്തായി? ചൈനക്ക് അസംതൃപ്തി അവർ കാണിക്കുകയും ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഇന്ത്യയുടെ പ്രദേശങ്ങൾ, ജമ്മു കാശ്മീർ അങ്ങനെ പോലെയുള്ള പ്രദേശങ്ങളിൽ ചൈന അനുവാദമില്ലാതെ പ്രവേശിക്കുകയും ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. ഇത് എന്തായി? നേരെ യുദ്ധത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ചൈന ഇതൊരു യുദ്ധത്തിലേക്ക് കാരണമായി. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ദേശീയത ശക്തിപ്പെട്ടു. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ രാജിവെച്ചു. നെഹ്റുവിന്റെ വിദേശ നയം വിമർശിക്കപ്പെട്ടു. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചില ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം നേരിട്ടു. രാജ്യത്തിന്റെ രാഷ്ട്രീയ മനോഭാവത്തിൽ മാറ്റം വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പിളർപ്പുണ്ടായി. വടക്ക് കിഴക്കൻ മേഖലയുടെ പുനർസംഘടന പ്രക്രിയ ആരംഭിച്ചു. ഇവയായിരുന്നു പ്രത്യാഘാതങ്ങൾ. അതായത് മക്കളെ, ഇവിടെ വലിയ വലിയ ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിന്റെ ആശയങ്ങൾ ചുരുക്കി പറഞ്ഞു നിങ്ങളത് വായിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് താഷ്കന്റ് കരാർ? 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടാക്കിയ കരാറാണ് താഷ്കന്റ് കരാർ. 1966 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനുമാണ് ഇന്ത്യൻ ഒപ്പുവെച്ചത്. മധ്യസ്ഥ വഹിച്ചത് സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഇനി അടുത്ത്, എന്താണ് ഷിംല കരാർ? ഷിംല കരാർ എന്നത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടയും കൂടി 1972 ജൂലൈ 3 ഒപ്പുവെച്ച കരാറാണിത്. ഈ കരാർ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔപചാരികമായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പൊ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ച് വിവരിക്കുക. അതായത് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. 1970 പൊതു തെരഞ്ഞെടുപ്പിൽ സുൽഫിക്കർ അലി ഭൂട്ടയുടെ പാർട്ടി വിജയിക്കുകയും എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് പാർട്ടി വിജയിക്കുകയും ചെയ്തു. ഈ മുജീബുർ റഹ്മാന്റെ പാർട്ടി വിജയിച്ചത് എന്തായി? സുൽഫിക്കർ അലിയുടെ പാർട്ടിക്ക് അംഗീകരിക്കാൻ ആയില്ല. പോരാത്തിന് അവാമി ലീഗ് ഒരു ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം
സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാർട്ടി തള്ളിക്കളയുകയും അവാമി ലീഗിന്റെ നേതാവായിരുന്ന മുജീബ് റഹ്മാനെ തടങ്കിലാക്കുകയും കിഴക്കൻ പാകിസ്ഥാൻ ആക്രമിക്കുകയും അവിടെ ഒരു അക്രമഭരണം നടത്തുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് ജനങ്ങൾ ഇതിനെതിരെ, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുകയും അവർക്കെതിരെ, അതായത് കിഴക്കൻ പാകിസ്ഥാനെതിരെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്തായി, കലാപങ്ങളും അക്രമങ്ങളും നടത്തുകയുണ്ടായി. ഇതേ തുടർന്ന് എന്തായി, ധാരാളം ആളുകൾ ഇന്ത്യയിൽ അഭയം തേടുകയുണ്ടായി. അതായത് കിഴക്കൻ പാകിസ്ഥാനിലുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് അഭയം തേടുകയുണ്ടായി. ഇവർക്ക് പിന്തുണയും സഹായവുമായി ഇന്ത്യ വരികയും കിഴക്കൻ പാകിസ്ഥാൻകാർ ഇന്ത്യയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതെന്തായി, നേരൊരു യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ഈ യുദ്ധത്തിൽ എന്തായി, അമേരിക്കയും ചൈനയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയുണ്ടായി. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യ എന്തായി, സോവിയറ്റ് യൂണിയനിൽ 20 വർഷത്തിന് സമാധാന കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമായി എന്ന ഉറപ്പോടെ ഇന്ത്യ സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എന്താണ് 1999 കാർഗിൽ യുദ്ധം? 1999 നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള മാസ്കോദ്രാസ്, കാസ്കർ, ബട്ടലിക പ്രദേശങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെ മുജാഹിദുകൾ കൈവശപ്പെടുത്തി. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാർഗിൽ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. നഷ്ടപ്പെട്ട നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ സേന തിരിച്ചു പിടിച്ചു. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയുടെ അനുവാദമില്ലാതെ പാകിസ്ഥാൻ ചില പ്രദേശങ്ങൾ കയറുകയും അവിടെ ചില സ്ഥലങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. തുടർന്ന് ഇതിനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്യുകയും പാകിസ്ഥാൻ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ഇന്ത്യ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇനി അടുത്തത്, ഇന്ത്യ ആണവ നയത്തെക്കുറിച്ച് വിവരിക്കുക. അതായത് വ്യവസായവൽക്കരണത്തിന്റെ ഘടകമായ ആണവോർജത്തെ കണക്കാക്കുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കുക. ഇന്ത്യൻ സമഗ്ര ആണവ നിരായുധീകരിക്കുന്നതിൽ നിലകൊള്ളുന്നു. ആണവ നിർവ്യാപന കരാർ വിഭജനപരമായതിൽ ഇന്ത്യക്ക് ഒപ്പുവെക്കില്ല. ഇന്ത്യ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല. എന്നിവയാണ് ഇന്ത്യയുടെ ആണവ നയങ്ങൾ. നമുക്ക് അടുത്തത് നോക്കാം. 1969 കോൺഗ്രസ് പിളർപ്പിനെ കുറിച്ച് വിവരിക്കുക. അതായത് ഇത് ചുരുക്കി പറഞ്ഞപ്പോൾ പിളർക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ കോൺഗ്രസ് പിളർക്കാൻ കാരണമായത്. അത് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. 1969 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന സക്കീർ ഹുസൈൻ മരണപ്പെട്ടു. ഈ ഒഴിവിലേക്ക് ലോകസഭാ സ്പീക്കറായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയെ കോൺഗ്രസിൽ ഡിസ്റ്റൻ നാമനിർദ്ദേശം ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബി ഗിരിയെ സ്വന്തം സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതായത് ഇവിടെ കോൺഗ്രസ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ദിരാഗാന്ധി ആരെയാണ് തെരഞ്ഞെടുത്തത്? വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബി ഗിരിയാണ് തെരഞ്ഞെടുത്തത്. പിന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന നിജിലാം ഗപ്പ എല്ലാ കോൺഗ്രസ് എംപിമാർക്കും MLA-മാർക്കും വിപ്പ് നൽകി. എന്നാൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മനസാക്ഷിക്ക് വോട്ടിന് ആഹ്വാനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി ഗിരി വിജയിച്ചു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇതോടെ 1969 കോൺഗ്രസിന് പാർട്ടിയിൽ നിന്നും പിളർപ്പുണ്ടായി. സിൻഡിക്കേറ്റിന് നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ സംഘടന കോൺഗ്രസ് O എന്നും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം കോൺഗ്രസ് റിക്വസ്റ്റിറ്റ് എന്ന് അറിയപ്പെടുന്നു. ഈ രണ്ട് പാർട്ടികളെയും പഴയ കോൺഗ്രസ് എന്നും പുതിയ കോൺഗ്രസ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ദിരാഗാന്ധി ഈ പിളർപ്പിനെ യാഥാസ്ഥിതികം സോഷ്യലിസ്റ്റ് തമ്മിലുള്ള പ്രത്യയശാസ്ത്രമായി ഭിന്നിപ്പിനെ ഉയർത്തിക്കാട്ടി. അതായത് മനസ്സിലായില്ലേ, ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് തമ്മിൽ നേതാക്കളുണ്ടായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് കോൺഗ്രസിന് പിളർക്കാൻ കാരണമായത്. അതായത് ഇന്ദിരാഗാന്ധി ഒരു സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് വേറൊരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശം ചെയ്യുകയും ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന്
ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് രണ്ട് പാർട്ടികളായി തീർന്നു, കോൺഗ്രസ് ഒ എന്നും കോൺഗ്രസ് റിക്വസ്റ്റ് എന്നും. അതായത് ഇന്ദിരാഗാന്ധിയുടെ വിഭാഗക്കാരാണ് കോൺഗ്രസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. മറ്റു നേതാക്കളെ കോൺഗ്രസ് ഒ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വമ്പിച്ച വിജയം നേടാനായി സാഹചര്യം വിവരിക്കുക. അതായത് ഇത് നമുക്കൊന്ന് ആൻസർ വായിച്ചു നോക്കുക. ഇത് ചുരുക്കി പറഞ്ഞ് മനസ്സിലാവുന്നില്ല. മഹാസഖ്യത്തിന് ജനങ്ങൾ ആകർഷിക്കാത്ത ഒരു രാഷ്ട്രീയ കർമ്മ പദ്ധതി ഇല്ലായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ, അതായത് ഗരീബി ഹട്ടാവോ എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യത്തിലൂടെ ക്രിയാത്മക പരിപാടി മുന്നോട്ട് വെച്ചു. പൊതുമേഖലയുടെ വളർച്ച, ഗ്രാമീണ കൈവശമുള്ള ഭൂമി പരിധി നിർണയിക്കുക, വരുമാനത്തിലും അവസരത്തിലുമുള്ള അസമത്വം ഇല്ലാതാക്കൽ, നാട്ടുരാജ്യമാർക്കുമുള്ള സവിശേഷ ആനുകൂല്യങ്ങൾ നിലനിർത്തുകൽ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തി. കോൺഗ്രസ് ആദ്യ സത്യവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഭൂരഹിതമായ തൊഴിലാളികൾ, ദളിതുകൾ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, തൊഴിൽ രഹിതർ എന്നിവരോട് പിന്തുണയ്ക്കുവാൻ ശ്രമിച്ചു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM സഖ്യം 375 സീറ്റുകൾ സ്വന്തമാക്കി. കോൺഗ്രസ് 352 സീറ്റുകളും കോൺഗ്രസ് ഒക്ക് 16 സീറ്റുകളും മഹാസഖ്യത്തിൽ 40-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1970-കളിൽ ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ എന്തെല്ലാമായിരുന്നു? അതായത് 1970-ൽ ഇന്ത്യ നേരിട്ട പ്രതിസന്ധികൾ എന്തെല്ലാം ചോദിക്കുന്നത്. അതായത് 80 ലക്ഷത്തോളം ജനങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ കാരണം അവിടുന്ന് കുടിയേറി വന്ന ആളുകളാണ് ഈ 80 ലക്ഷത്തോളം ആളുകൾ. 80 ലക്ഷത്തോളം ജനങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത്. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അന്താരാഷ്ട്ര കമ്പോളത്തിൽ എണ്ണവില വർദ്ധിച്ചതിന് വില വർധവിന് കാരണമായി. പണപ്പെരുപ്പം, വ്യാവസായിക വളർച്ചക്കുറവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. കാലവർഷം പരാജയപ്പെട്ട കാർഷിക ഉൽപ്പന്നത്തിന്റെ വലിയ ഇടവുണ്ടാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കോൺഗ്രസ് മന്ത്രിസഭക്കെതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിൽ ജയപ്രകാശ് നാരായണന്റെ പങ്കിനെ കുറിച്ച് വിവരിക്കുക. അതായത് ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ജയപ്രകാശ് നാരായണൻ ആയിരുന്നു ഇദ്ദേഹം. അതായത് ജയപ്രകാശ് നാരായണനെ കുറിച്ച് ആരാന്ന് ചോദിക്കുമ്പോൾ വിലക്കയറ്റത്തിനെതിരെയും ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെയും ബീഹാറിലെ സ്റ്റുഡൻസ് നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളായിരുന്നു ജയപ്രകാശ് നാരായണൻ. ഇനി ഇദ്ദേഹം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിലൂടെ മാത്രമേ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആഹ്വാനം ചെയ്തു. ക്രമേണ ഈ വിപ്ലവം മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു. 1975 ജൂൺ 12-ന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് വിധി പ്രസ്താവിച്ചു. തുടർന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷികൾ 1975 ജൂൺ 25-ന് ഡൽഹി വലിയൊരു പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ദേശീയ വ്യാപകമായി സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1975 ജൂൺ 25-ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നത്. അപ്പൊ നമുക്കിവിടെ അടിയന്തരാവസ്ഥ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നോക്കാം. കാരണം ഇന്ദിരാഗാന്ധിക്കെതിരെ ധാരാളം സമരങ്ങളും സത്യാഗ്രഹങ്ങളും നടക്കുകയും അലഹബാദ് കോടതി വിധി ഇന്ദിരാഗാന്ധിക്കെതിരെ പറയുകയും ചെയ്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ വലിയൊരു പ്രകടനം സംഘടിപ്പിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ രാജിവെക്കണം ആവശ്യപ്പെടുകയും ദേശീയവ്യാപകമായി സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് 1975 ജൂൺ 25-ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞ ആൻസർ അതായിരുന്നു അടിയന്തരാവസ്ഥക്ക് കാരണം. അതായത് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള സമരങ്ങളും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ന്യൂസുകളും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള കോടതി വിധിയും എന്നിവയെല്ലാമാണ് അടിയന്തരാവസ്ഥക്ക് കാരണമായിരുന്നത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ഉണ്ടായ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസും ഭരണവും ഭരിക്കുന്ന കക്ഷിയുടെ ഉപകരണമായും പ്രവർത്തിച്ചു. അതായത് ഇന്ദിരാഗാന്ധിയുടെ
ഇന്ദിരാഗാന്ധിയുടെ കളിപ്പാട്ടങ്ങളായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പത്രസ്വാതന്ത്ര്യം റദ്ദാക്കി വാർത്തകൾ പ്രസിദ്ധീകരിക്കുവാൻ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമായി വന്നു. രാഷ്ട്രീയ സ്വയം സേവിക സംഘത്തെയും ജമാഅത്ത് ഇസ്ലാമിനെയും നിരോധിച്ചു. പ്രതിഷേധ സമരങ്ങൾ, പ്രകടനങ്ങൾ എന്നിവ അനുവദിക്കപ്പെട്ടിരുന്നില്ല. പല മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. കരുതൽ തടങ്കൽ വ്യവസ്ഥകൾ ഉപയോഗിച്ച് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. പാർലമെന്റ് ഭരണഘടനയിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ തെരഞ്ഞെടുപ്പിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്തു. നിയമനിർമ്മാണ സഭകളുടെ കാലാവധി 5 നിന്നും 6 വർഷത്തേക്ക് നീട്ടി. അപ്പോൾ എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് കരുതിയിരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഷാ കമ്മീഷൻ നിയമിച്ചത് എന്തിന്? ഇതിന്റെ കണ്ടെത്തൽ എന്തെല്ലാമായിരുന്നു? അതായത് അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിക്കാനാണ് ഈ ഷാ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ജനതാ പാർട്ടി ഗവൺമെന്റിന്റെ ഷാ കമ്മീഷൻ നിയോഗിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ജെ.സി. ഷാ ആയിരുന്നു. അതായത് നിയമിച്ച കമ്മീഷൻ ആരായിരുന്നു ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസ് ജെ.സി. ഷാ. 1975 അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ എന്നിവ പരിശോധിക്കാനായിരുന്നു ലക്ഷ്യം. ഷാ കമ്മീഷന്റെ കണ്ടെത്തലുകൾ താഴെ പറയുന്നു. ഭരണവും പോലീസും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചു. ഏകദേശം 1,10,000 ആളുകൾ കരുതൽ തടങ്കലിലായി. പത്രങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. ഡൽഹിയിലെ ദാരിദ്ര്യ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളെ കൂട്ടിയൊഴിക്കപ്പെട്ടു. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 1980 ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം? അതായത് ഇവിടെ ജനതാ ഗവൺമെന്റിന്റെ ദിശബോധവും ശക്തമായ നേതൃത്വവും ഇല്ലായിരുന്നു. അതായത് 1971 അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെന്റിന്റെ ദിശബോധവും ശക്തമായ നേതൃത്വവും ഇല്ലായിരുന്നു. കോൺഗ്രസ് പിന്തുടർന്ന നയങ്ങളിൽ മൗലികമായ മാറ്റം കൊണ്ടുവരാൻ ജനതാ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെന്റിന്റെ ഒത്തൊരുമ തീരെ ഇല്ലായിരുന്നു. അധികാരം ലഭിച്ച 18 മാസത്തിനുള്ളിൽ മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും കോൺഗ്രസ് പിന്തുണയോടെ ചരൺ സിംഗ് അധികാരത്തിൽ വരികയും ചെയ്തു. പിന്നീട് കോൺഗ്രസ് ചരൺ സിംഗ് പിന്തുണ പിൻവലിക്കുകയും രാജ്യം ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തി. അതായത് ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായി ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അവർക്ക് ഒത്തൊരുമയില്ലാത്ത കാരണത്താൽ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ചരൺ സിംഗ് ജയിച്ചു. എന്നാൽ ഈ ജയിച്ച ചരൺ സിംഗിന്റെ പിന്തുണയും കോൺഗ്രസ് പിൻവലിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കേണ്ടി വന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കാനിടയ കാരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുന്നത്. അതായത് ചിപ്കോ പ്രസ്ഥാനം, അതായത് ആശുമരം മുറിക്കാൻ വേണ്ടി കർഷകോൽപ്പന്നങ്ങൾക്ക് വേണ്ടി ആശുമരങ്ങൾ മുറിക്കാൻ വേണ്ടി വനം വകുപ്പ് ഗ്രാമീണക്കാരെ വിലക്കി. എന്നാൽ സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ മുറിക്കാൻ സ്പോർട്സിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ഗ്രാമീണക്കാർ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. അതായത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാർഷികോപകരണങ്ങൾക്ക് നിർമ്മിക്കുന്നതിനായി ആശുമരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം ഗ്രാമീണർക്ക് വനം വകുപ്പ് നിഷേധിച്ചു. അതേസമയം സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു കമ്പനിക്ക് ഈ പ്രദേശം വാണിജ്യോപയോഗത്തിനായി നൽകി. ഗ്രാമീണക്കാർ പ്രക്ഷോഭണത്തിലേക്ക് നയിച്ചു. ഈ പ്രക്ഷോഭം ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. പുറമേ നിന്നുള്ളവർക്ക് വനത്തെ ചൂഷണം ചെയ്യുന്നതിനുള്ള കരാറുകൾ നൽകരുത് എന്നും തദ്ദേശീയ ജനതയ്ക്ക് പ്രകൃതി വിഭവങ്ങളുമായി ഭൂമി, ജലം തുടങ്ങിയവരുടെ മേൽ പൂർണ്ണ നിയന്ത്രണാധികാരം ഉണ്ടായിരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാതെ ഈ മേഖലയുടെ വികസനം ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്തെ പാരിസ്ഥിതിക സാമ്പത്തിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഹിമാലയൻ പ്രദേശത്ത് പൂർണ്ണമായും പച്ചപ്പ് പുനഃസ്ഥാപിക്കും വരെ 15 വർഷത്തേക്ക് മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. അതായത് എല്ലാവർക്കും ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതീയ കിസാൻ യൂണിയൻ അഭിസംബോധന ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്.
അതായത് ഉത്തർപ്രദേശിലെയും ഹരിയാനയിലും കർഷക രൂപം കൊണ്ട സംഘടനയായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. മനസ്സിലായില്ലേ? ഉത്തർപ്രദേശിലും ഹരിയാനയിലും കർഷക രൂപം കൊണ്ട സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. 1970 ഇവർ ഉന്നയിച്ച വിഷയങ്ങൾ താഴെ പറയുന്നു. അപ്പൊ അവർ ഉന്നയിച്ച വിഷയങ്ങൾ എന്താണ്? കരിമ്പിനും ഗോതമ്പിനും ഉയർന്ന തറവില നിശ്ചയിക്കുക, കാർഷികോൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ന്യായമായ നിരക്കിൽ വൈദ്യുതി ലഭിക്കുക, കാർഷിക വായ്പയുടെ തിരിച്ചടവ് ഒഴിവാക്കുക, കർഷകർക്ക് സർക്കാർ പെൻഷൻ നൽകുക എന്നതായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്ധ്രാപ്രദേശിലെ ചായ വിരുദ്ധ പ്രസ്ഥാനം ഉന്നയിച്ച് പ്രശ്നങ്ങൾ എന്തെല്ലാം? അതായത് വിരുദ്ധ പ്രസ്ഥാനം ചുരുക്കി പറയുകയാണെങ്കിൽ ചാരായത്തിനെതിരെ സ്ത്രീകൾ നടത്തിയ ഒരു പ്രസ്ഥാനം. ചാരായത്തിനെതിരെ സ്ത്രീകൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. അതായത് ആന്ധ്രാപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങൾ ചാരായ വിൽപ്പന നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 1990കളുടെ തുടക്കത്തിൽ ആന്ധ്രാപ്രദേശ് നെല്ലൂർ ജില്ലയിൽ ബൊഗമുഡ് ഗ്രാമത്തിലെ സ്ത്രീകളും പുരുഷന്മാരുടെ അമിത മദ്യപാനത്തെ കുറിച്ച് പരാതിപ്പെട്ടു. ചാരായ വിൽപ്പനക്കെതിരെ പ്രതിഷേധിക്കുന്നതിനു വൻ ഷോപ്പുകൾ അടച്ചുപൂട്ടുന്നതിനു വേണ്ടി നെല്ലൂരിലെ സ്ത്രീകൾ ഒന്നിച്ചു കൂടുകയും മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രമേയത്തിൽ പാസാക്കുകയും ചെയ്തു. ക്രമേണ ഈ പ്രസ്ഥാനം സംസ്ഥാനമുടനീളം വ്യാപിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിച്ച സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ ഇവർ സമർപ്പിച്ചു. ഗാർഹിക പീഡനത്തിനെതിരെ സ്വകാര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇത് വേദിയൊരുക്കി. അതായത് ചാരായം കുടിച്ചു വന്ന് പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്തു. ഇതിനെതിരെ സ്ത്രീകൾ ചാരായത്തിനെതിരെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഈ ചാരായ വിരുദ്ധ പ്രസ്ഥാനം മറ്റു പ്രദേശങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപിക്കുകയും സ്ത്രീകളുടെ അവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പൊതുവേദിയിൽ കാണിക്കാൻ ഈ ചാരായ വിരുദ്ധ പ്രസ്ഥാനം കൊണ്ട് കഴിഞ്ഞു എന്നതാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണ് വിവരിക്കുന്നത്? അതായത് ഇവിടെ ചുരുക്കി പറഞ്ഞ നർമ്മദ നദിയിൽ വരുന്ന അണക്കെട്ടുകൾ ഡാമുകളിൽ തുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ തുടങ്ങിയത്. അതായത് ഇവിടെ ഒരു അണക്കെട്ട് ഡാം തുടങ്ങിയാൽ 245ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിലാവുകയും ധാരാളം ആളുകളുടെ സ്ഥലം പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭിച്ചത്. അതായത് നമുക്കത് ആൻസർ നോക്കാം. നർമ്മദ നദിയിലും അതിന്റെ കൈവകളിലും വൻകിട ഡാമുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾക്കെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർവർ പദ്ധതിയും മധ്യപ്രദേശിലെ നർമ്മദ സാഗർ പദ്ധതിയും ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. സർദാർ സരോവർ പദ്ധതി ഒരു വിവിധ ദേശ വൻകിട ഡാമാണ്. കുടിവെള്ള ലഭ്യത, ജലസേചനത്തിനുള്ള വെള്ളം, വൈദ്യുതി ഉൽപാദനം, കാർഷിക ഉൽപാദന വർധനവ് എന്നിവയിൽ ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈ അണക്കെട്ട് നിർമ്മാണത്തിലൂടെ 255 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും 2.5 ലക്ഷത്തോളം ആളുകൾ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യമായി. ഇവരുടെ പുനരധിവാസമായിരുന്നു ആദ്യം ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ക്രമേണ സമൂഹ ചെലവുകളായി ഉപജീവന മാർഗത്തിന്റെയും സംസ്കാരത്തിന്റെയും നഷ്ടപ്പെടൽ, പരിസ്ഥിതിക്ക് വിഭവങ്ങളുടെ അപചയം എന്നിവ കണക്കാക്കുമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വൻകിട പദ്ധതികളുടെ നിർമ്മാണ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ തദ്ദേശീയ സമൂഹങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്നും പ്രകൃതി വിഭവങ്ങളുടെ മേൽ ഈ സമൂഹങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്നും നർമ്മദ ബച്ചാവോ ആന്തോളൻ ആവശ്യപ്പെട്ടു. എല്ലാവർക്കും ആൻസർ മനസ്സിലായെന്ന് കരുതിയിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഡാം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് 255 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും 2.5 ലക്ഷത്തോളം ആളുകൾ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യം വരുമെന്ന് പറയുന്നത്. അതായത് ഇവിടെ പിന്നെ ഡാം വരുമ്പോൾ ഇവിടെ എന്താട്ട് പ്രകൃതിക്ക് അതിന്റെ വിഭവങ്ങളുടെ അപാചയം ഉണ്ടാവും. ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതായിരുന്നു ഇവരുടെ ആദ്യത്തെ ആവശ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തെ കുറിച്ച് വിവരിക്കുക എന്നതാണ്. 1990 രാജസ്ഥാനിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. രാജസ്ഥാനിലെ പിന്നോക്ക പ്രദേശമായ ഭിംഗ് തസ്കയിലാണ് ഈ ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്. സ്കൂളുകൾ, ഔഷധ വിതരണ കേന്ദ്രങ്ങൾ, ചെറിയ ഡാമുകൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേതനം നൽകപ്പെട്ട തൊഴിലാളികളുടെ ഹാജർ, പുസ്തകത്തിലെ പേരുകൾ, ബില്ലുകളുടെ പകർപ്പുകൾ എന്നിവ ഇവർ ആവശ്യപ്പെട്ടു. രേഖകളിൽ ഇത്തരം വികസന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട
പെട്ടതായിട്ടുണ്ടെങ്കിലും ഫണ്ടുകളിൽ വൻ തിരിച്ചുമറി നടന്നിട്ടുണ്ടായിരുന്നു. 1996 ഡൽഹിയിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ജനങ്ങളുടെ വിവരാവകാശത്തിനുള്ള ദേശീയ സമിതി രൂപീകരിച്ചു. ഇതാണ് 2005 വിവരാവകാശ നിയമത്തിന് വഴിതെളിച്ചത്. അതായത് ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 307 പ്രാധാന്യം വിവരിക്കുക എന്നതാണ്. അതായത് ആർട്ടിക്കിൾ 307 കാശ്മീർ ചില പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്നു. ഇത് പ്രകാരം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ സ്വയംഭരണാധികാരവും ജമ്മു കാശ്മീരിന് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ പല വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ പാസാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധിക്കുമെന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനം അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീർ അംഗീകരിക്കുക മാത്രമാണെങ്കിൽ അവർക്ക് ആ നിയമം ബാധകമുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2019 ആർട്ടിക്കിൾ 307 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അതായത് ഈ 307 എന്ന ആർട്ടിക്കിൾ കാശ്മീരിൽ ഉണ്ടായിരുന്നത് 2019 അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ട് 1 ആയിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം.